ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ സുഡോക്കു കളിക്കാറുണ്ടല്ലേ? അതിന് കുറച്ച് സിമ്പിൾ റൂൾസ് ഉണ്ട്. പക്ഷേ ഇതേ റൂൾസ് വെച്ച് ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു തെറ്റും വരുത്താതെ കറക്റ്റായിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരി, നമുക്കിന്ന് ആ ഒരു കാര്യത്തെപ്പറ്റി വിശദമായിട്ട് നോക്കാം. അതെ, ഇതാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ചോദ്യം. നമ്മൾ കളിക്കുമ്പോൾ ചിലപ്പോ ഇതെളുപ്പാണല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കളിയാണ്. ആയിരക്കണക്കിന്, ചിലപ്പോൾ ലക്ഷക്കണക്കിന് വഴികളുണ്ട്. അതിൽ നിന്ന് ശരിയായ ഒരെണ്ണം എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നത്? അതാണ് ശരിക്കുമുള്ള വെല്ലുവിളി. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറും സുഡോക്കു, മാപ്പ് കളറിംഗ് പോലെയുള്ള കളികളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമാണെന്ന്. അല്ലേ അല്ല. നിങ്ങളെ നോക്കൂ, നമ്മുടെ സ്കൂളിലെ ടൈം ടേബിൾ ഉണ്ടാക്കുന്നില്ലേ, അല്ലെങ്കിൽ വലിയ കമ്പനികളുടെ ഷെഡ്യൂളിംഗ്, എന്തിന് സങ്കീർണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ വരെ പരിഹരിക്കാൻ ഇതേ ഐഡിയയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. സുഡോക്കു ഒരുപോലെയല്ല മാപ്പ് കളറിംഗ്. ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് വേറൊരു പ്രശ്നമാണ്. ഇത്രയും വ്യത്യസ്തമായ പ്രശ്നങ്ങളെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരേപോലെ മനസ്സിലാക്കുന്നത്? അതിനൊരു വഴിയുണ്ട്. അതിനൊരു കോമൺ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് വേണം. ഏത് പസിലിനെയും നമുക്ക് ഈ ഒരു ഘടനയിലേക്ക് മാറ്റാൻ കഴിയണം. അപ്പോ ഈ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ ആൾ ആരാണെന്നറിയാമോ? വേരിയബിൾസ്. സംഭവം സിമ്പിളാണ്. നമ്മൾ എന്തിനാണോ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മുടെ വേരിയബിൾസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയൻ മാപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഓരോ സ്റ്റേറ്റ് ഇല്ലേ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, അതൊക്കെയാണ് ഇവിടുത്തെ വേരിയബിൾസ്. ശരി, വേരിയബിൾസ് കിട്ടി. ഇനി അടുത്തത് ഡൊമെയിനുകളാണ്. ഇത് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ഓരോ വേരിയബിളിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ്, അതിനെയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഒരു മെനു പോലെ. നമ്മുടെ മാപ്പിന്റെ കേസിൽ ഓരോ സ്റ്റേറ്റിനും കൊടുക്കാൻ പറ്റുന്ന നിറങ്ങൾ ഏതൊക്കെയാ? ചുവപ്പ്, പച്ച, നീല. അപ്പൊ അതാണ് അവിടുത്തെ ഡൊമെയിൻ. ഇനി വരുന്നത് ഈ ബ്ലൂ പ്രിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കൺസ്ട്രെയിന്റുകൾ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് കളിയുടെ റൂൾസ്. ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതൊരു പസിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമുള്ള നിറം കൊടുക്കാവല്ലേ? നമ്മുടെ മാപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താ? തൊട്ടടുത്ത് കിടക്കുന്ന 2 സ്റ്റേറ്റ്സിന് ഒരേ കളർ കൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ കൺസ്ട്രെയിന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡിയായി. വേരിയബിൾസ് ഉണ്ട്, ഡൊമെയിൻസ് ഉണ്ട്, റൂൾസും ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഈ നിയമങ്ങളൊക്കെ പാലിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്? നമുക്ക് ഏറ്റവും ബേസിക്കായ, ഏറ്റവും സിമ്പിളായ ഒരു വഴിയിൽ നിന്ന് തുടങ്ങാം. അതായത് കിട്ടാവുന്ന എല്ലാ വഴികളും ഒന്നൊന്നായി പരീക്ഷിച്ചു നോക്കുന്ന ഒരു രീതി. ഈ രീതിയുടെ പേരാണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. നമുക്ക് ഈ ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതത്തെ ഒരു ജോലിക്കാരനായിട്ട് സങ്കല്പിക്കാം. പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷെ അത്രയൊന്നും സ്മാർട്ടല്ല. പുള്ളി എന്ത് ചെയ്യും? കിട്ടാവുന്ന എല്ലാ വഴികളിലൂടെയും ഒന്നൊന്നായി പോയി നോക്കും. ഒരു വഴി പോലും മിസ് ചെയ്യില്ല, അവസാനം വരെ പോകും. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ആദ്യം കളർ കൊടുക്കാത്ത ഒരു സ്റ്റേറ്റ് എടുക്കുന്നു. അതിന് ലിസ്റ്റിലുള്ള ഒരു കളർ കൊടുക്കുന്നു. എന്നിട്ട് ചെക്ക് ചെയ്യും, ഇത് വല്ല റൂളും തെറ്റിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഓക്കെ, അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാം. ഇനി റൂള് തെറ്റിയാലോ? അപ്പോൾ കൊടുത്ത കളർ അങ്ങ് മാറ്റും. എന്നിട്ട് ലിസ്റ്റിലെ അടുത്ത കളർ പരീക്ഷിക്കും. അത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ? നമ്മുടെ ഓസ്ട്രേലിയൻ മാപ്പ് എടുക്കാം. ആദ്യം വെസ്റ്റേൺ ഓസ്ട്രേലിയ. അതിന് നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം. ഓക്കെ, വേറെ ആർക്കും കളറില്ലാത്തതുകൊണ്ടൊരു പ്രശ്നവുമില്ല. അപ്പോ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാം. നോർത്തേൺ ടെറിട്ടറി. അതിന് പച്ച കൊടുക്കുന്നു. അതിന്റെ അയൽക്കാരനായ വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്ക് ചുവപ്പാണ്. അപ്പൊ കുഴപ്പമില്ല, റൂൾസ് ഒന്നും തെറ്റിയിട്ടില്ല. ഇതുവരെയെല്ലാം സ്മൂത്താണ്. ഇനി അടുത്തത് സൗത്ത് ഓസ്ട്രേലിയ. അതിനും നമുക്ക് ചുവപ്പ് കൊടുത്തു നോക്കാം. അയ്യോ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ അയൽക്കാരനായ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ കളറും ചുവപ്പാണ്. അപ്പോൾ നമ്മുടെ റൂള് തെറ്റി. ഇവിടെയാണ് ആ ബാക്ക് ട്രാക്ക് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അൽഗോരിതം മനസ്സിലാക്കും, ഓക്കെ, ഞാൻ ചെയ്തത് തെറ്റാണ്. അപ്പോൾ അത് സൗത്ത് ഓസ്ട്രേലിയയ്ക്ക് കൊടുത്ത ചുവക്ക് നിറം പിൻവലിച്ചിട്ട് വേറൊരു നിറം, പച്ചയോ നീലയോ കൊടുക്കാൻ നോക്കും. ഇനി അതും ശരിയായില്ലെങ്കിലോ? അത് ഒരു സ്റ്റെപ്പ് കൂടി പിന്നോട്ട് പോകും. ചിലപ്പോൾ നോർത്തേൺ ടെറിട്ടറിക്ക് കൊടുത്ത നിറം വരെ മാറ്റേണ്ടി വരും. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് വർക്ക് ചെയ്യും, ഉത്തരം കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. കാരണം അത് ആവശ്യമില്ലാത്ത വഴികളിലൂടെയെല്ലാം പോയി നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ടായി ഒരു പടി മുന്നോട്ട് ചിന്തിച്ച് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് ബാക്ക് ട്രാക്കിങ്ങും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഫോർവേഡ് ചെക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്ക് ട്രാക്കിംഗ് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടാണ് അത് തിരുത്താൻ നോക്കുന്നത്. പക്ഷെ ഫോർവേഡ് ചെക്കിംഗ് അങ്ങനെയല്ല. അത് ഭാവിയിൽ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കും.
ഈ ഫോർവേഡ് ചെക്കിംഗ് എന്ന ആശയം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു സ്റ്റേറ്റിന് ഒരു കളർ കൊടുത്തുവെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ അതിന്റെ അയൽക്കാരുടെ കളർ ഓപ്ഷൻസ് ലിസ്റ്റിൽ നിന്ന് ആ കളർ അങ്ങ് വെട്ടിക്കളയും. അപ്പൊ പിന്നെ ഭാവിയിൽ ആ തെറ്റ് വരുത്താനുള്ള സാധ്യതയേ ഇല്ലല്ലോ. വളരെ സ്മാർട്ടല്ലേ? നമ്മുടെ മാപ്പിന്റെ കാര്യത്തിലേക്ക് തിരിച്ചുവരാം. നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്ക് ചുവപ്പ് കൊടുത്ത ആ നിമിഷം തന്നെ ഫോർവേഡ് ചെക്കിംഗ് എന്തു ചെയ്യും? അതിന്റെ അയൽക്കാരായ നോർത്തേൺ ടെറിട്ടറിയുടെയും സൗത്ത് ഓസ്ട്രേലിയയുടെയും ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് ചുവപ്പ് എന്ന കളറങ്ങ് ഡിലീറ്റ് ചെയ്യും. അതോടെ പിന്നെ ആ വഴിക്ക് ചിന്തിക്കുകയേ വേണ്ട. ഇത് വഴിമുട്ടലുകൾ ഒരുപാട് നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കും, ഒരുപാട് സമയം ലാഭിക്കാം. പക്ഷേ ഇതിലും ഒരു പടി കൂടി കടന്ന് ചിന്തിക്കുന്നൊരു രീതിയുണ്ട്, ഒരു മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റിനെ പോലെ. അതായത് കളി തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഈ ബോർഡൊന്ന് ക്ലീനാക്കി അസാധ്യമായ എല്ലാ നീക്കങ്ങളും ആദ്യമേ ഒഴിവാക്കുന്നൊരു സൂത്രപ്പണി. അതിന്റെ പേരാണ് ആർക്ക് കൺസിസ്റ്റൻസി. ഇതിന്റെ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം. പക്ഷേ ഐഡിയ വളരെ സിമ്പിളാണ്. നമുക്ക് 2 അയൽക്കാരെ എടുക്കാം, വെസ്റ്റേൺ ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറിയും. വെസ്റ്റേൺ ഓസ്ട്രേലിയയ്ക്ക് ചുവപ്പ് കൊടുത്താൽ നോർത്തേൺ ടെറിട്ടറിക്ക് കൊടുക്കാൻ പറ്റിയൊരു കളർ, അതായത് പച്ചയോ നീലയോ, അവരുടെ ലിസ്റ്റിലുണ്ടോ? ഉണ്ട്. അപ്പോൾ ചുവപ്പിന് ഒരു ജോഡി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവിടെയുണ്ട്. ഇങ്ങനെ ഓരോ കളറിനും അതിന്റെ എല്ലാ അയൽക്കാരുടെ അടുത്തും പൊരുത്തപ്പെടുന്ന ഒരു ജോഡിയുണ്ടോ എന്ന് കളി തുടങ്ങുന്നതിന് മുൻപേ ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഈ ആർക്ക് കൺസിസ്റ്റൻസി. അതെ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്റ്റേറ്റിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ കളറിനും അതിന്റെ അയൽക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സപ്പോർട്ടിംഗ് കളറെങ്കിലും ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഏതെങ്കിലും കളർ ഒരു സ്റ്റേറ്റിന്റെ ഓപ്ഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ധൈര്യമായി വെട്ടിക്കളയാം. ഇനി ഈ ഐഡിയ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്? അതിനൊരു അൽഗോരിതമുണ്ട്, AC3. അത് ചെയ്യുന്നത് ഇത്രയുള്ളൂ. എല്ലാ അയൽക്കാർ തമ്മിലുള്ള കണക്ഷനും, അതായത് ആർക്കുകളും, ഒരു ലിസ്റ്റിലിടും. എന്നിട്ട് ഓരോന്നായി എടുത്ത് പരിശോധിക്കും. സപ്പോർട്ടില്ലാത്ത കളറുകൾ വല്ലതുമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഒഴിവാക്കും. പക്ഷേ അവിടെ തീരുന്നില്ല. ഒരു കളർ ഒഴിവാക്കിയാൽ അത് ചിലപ്പോൾ വേറെ അയൽക്കാരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് അവരെയും വീണ്ടും ക്യൂവിലിട്ട് പരിശോധിക്കും. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ശരിക്കും സാധ്യതയുള്ള കളറുകൾ മാത്രം ബാക്കിയാവും. ശരി, അപ്പം നമ്മള് 3 വഴികൾ കണ്ടു. വെറുതെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്ന ബാക്ക് ട്രാക്കിംഗ്, കുറച്ചുകൂടി സ്മാർട്ടായ ഫോർവേഡ് ചെക്കിംഗ്, പിന്നെ കളി തുടങ്ങും മുൻപേ ബോർഡ് ക്ലീൻ ചെയ്യുന്ന ആർക്ക് കൺസിസ്റ്റൻസിയും. എന്തിനാണ് നമ്മൾ ഈ ബുദ്ധിയുള്ള രീതികൾ ഉപയോഗിക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്: വേഗത, അല്ലെങ്കിൽ കാര്യക്ഷമത. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഏത് സങ്കീർണമായ പ്രശ്നത്തെയും നമുക്ക് വേരിയബിൾസ്, ഡൊമെയ്ൻസ്, കൺസ്ട്രെയിൻസ് എന്നൊരു ലളിതമായ ചട്ടക്കൂടിലേക്ക് മാറ്റാൻ പറ്റും. 2. വെറുതെ എല്ലാ വഴികളും പരീക്ഷിച്ച് സമയം കളയുന്നതിനു പകരം ഫോർവേഡ് ചെക്കിംഗ്, ആർക്ക് കൺസിസ്റ്റൻസി പോലുള്ള സ്മാർട്ട് ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ അസാധ്യമായ വഴികൾ തുടക്കത്തിലേ ഒഴിവാക്കി വളരെ വേഗത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അവസാനമായി ഒന്ന് ആലോചിച്ച് നോക്കൂ. അസാധ്യമായ വഴികളെ ബുദ്ധിപരമായി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാനുള്ള ഈ കഴിവ്, ഇത് നമ്മൾ കമ്പ്യൂട്ടറുകളെ പഠിപ്പിച്ചു. സുഡോക്കുവിൽ തുടങ്ങി, പക്ഷേ ഇതിന്റെ സാധ്യതകൾ എവിടെ ചെന്ന് നിൽക്കും? സങ്കീർണമായ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ലോകത്തുള്ള എത്രയെത്ര വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ രീതി ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുക. അതിന്റെ സാധ്യതകൾക്ക് ഒരുപക്ഷേ അതിരുകളുണ്ടാവില്ല.